ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് 4ാം സെമസ്റ്ററിലെ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിലെ മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള 10 മാർക്കിന് തേർഡ് പാർട്ടിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രത്യേക ഏരിയയിൽ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കിൽ നിന്നാണ്. സ്ഥിരമായിട്ട് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. 10 മാർക്ക് ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ടുണ്ടാവാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ലെറ്റ് u ഈക്വൽ ടു 1, 2, minus 1, v equal to 6, 4, 2 in R3. Show that w equal to 9, 2, 7 is in the linear combination of u and v, and show that w equal to 4 minus 1, 8 is not in the linear combination of u and v. സോ നമുക്ക് കാണിക്കേണ്ടത്, നമുക്ക് R3യിലുള്ള രണ്ട് എലമെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. u എന്ന് പറയുന്ന വെക്ടറും v എന്ന് പറയുന്ന വെക്ടറും. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 9, 2, 7 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യണം? യുവിൻ്റെയും വിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. സോ നമുക്കതിനെ എ പാർട്ട് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് യു ഈക്വൽ ടു നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 1, 2, minus 1 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വി ഈക്വൽ ടു 6, 4, 2 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വെക്ടർ w ആണ്. w is equal to 9, 2, 7 ആണ്. ഓക്കെ, അപ്പോൾ ഈ 9, 2, 7 എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിനെ നമുക്ക് യുവിൻ്റെയും വിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണം. അപ്പോൾ അതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബ്ല്യുവിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? w ഈക്വൽ ടു k1u പ്ലസ് k2v എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു k1ഉം k2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും? w എന്ന് പറയുന്നത് യുവിൻ്റെയും വിൻ്റെയും ലീനിയർ കോമ്പിനേഷനിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? k1ൻ്റെയും k2വിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് w സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 9, 2, 7 ആൻഡ് ഈക്വൽ ടു k1u എന്ന് പറയുന്നത് 1, 2, minus 1 പ്ലസ് k2 എന്ന് പറയുന്നത് 6, 4, 2. ഓക്കെ, ഇനി നമുക്കതിന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ അഡിഷൻ വെച്ചുകൊണ്ട് R3യിലുള്ള സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫസ്റ്റ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ k1, 2k1 മൈനസ് k1 പ്ലസ് 6k2, 4k2, 2k2. ഓക്കെ, സോ ഇതിന് നമുക്ക് നെക്സ്റ്റ് അഡിഷൻ വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? k1 പ്ലസ് 6k2, 2k1 പ്ലസ് 4k2, മൈനസ് k1 പ്ലസ് 2k2. ഓക്കെ, ഇതാണ് എന്ത് 9, 2, 7 എന്ന് പറയുന്ന വെക്ടർ. സോ ഇത് രണ്ടിനും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫോർമുലകൾ കിട്ടും. എങ്ങനെയാണ് ഫോർമുല വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ k1 പ്ലസ് 6k2 ഈക്വൽ ടു എന്താ വരുന്നത്? 9 ആണ്, ഈക്വൽ ടു 9. നെക്സ്റ്റ് ഇക്വേഷൻ വരുന്നത് 2k1 പ്ലസ് 4k2 ഈക്വൽ ടു 2. സോ 2k1 പ്ലസ് 4k2 ഈക്വൽ ടു 2. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ്, മൈനസ് k1 പ്ലസ് 2k2. ഓക്കെ, മൈനസ് k1 പ്ലസ് 2k2 ഈക്വൽ ടു എന്താ വരുന്നത്? 7 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 3 ലീനിയർ ഇക്വേഷൻ ഉണ്ട്, അതുപോലെ തന്നെ 2 അൺനോണും ഉണ്ട്. ഈ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമ്മളുടെ k1, k2 എന്ന് പറയുന്ന സ്കേലാറുകൾ വരുന്നത്. സോ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലീനിയർ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യാൻ പോകുന്നു. സോ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ഫോം ചെയ്യണം? ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോം ചെയ്യണം. സോ അതിൽ വരുന്നത് കോഎഫിഷ്യൻസ് ഓഫ് k1 ആൻഡ് k2 എടുക്കുക, റോ ആയിട്ട് എടുക്കുക. സോ ഫസ്റ്റ് വൺ 1, 6, ദെൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 9. നെക്സ്റ്റ് വൺ 2, 4, 2. നെക്സ്റ്റ് വൺ -1, 2, 7. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇനി എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓൾറെഡി ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്.
സോ അതിനെ 1 ആക്കി കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഫസ്റ്റ് എലമെൻറ്റ് 1 ആയിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ആ 1 എക്സിസ്റ്റ് ചെയ്യുന്ന ലീഡിങ് 1 എക്സിസ്റ്റ് ചെയ്യുന്ന ആ കോളത്തിലുള്ള ബാക്കിയുള്ള എലമെൻസുകൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം? 0 ആക്കി കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ -1നെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം ബൈ യൂസിങ് ഫസ്റ്റ് റോ. ഒന്നാമത്തെ റോ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളത്. സോ അതിൻ്റെ മൂന്നാമത്തെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡ് റോയിൽ നമ്മൾ മൂന്നാമത്തെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്നു. സോ R2 ഇംപ്ലൈസ് R2 - 2R1 ചെയ്താൽ മതി. ആ 2 എന്തായിക്കോളും? 0 ആയിക്കോളും. അതുപോലെ തന്നെ തേർഡ് റോയിൽ നമ്മൾ ചെയ്യുമ്പോൾ R3 ഇംപ്ലൈസ് R3 + R1 ചെയ്താൽ മതി. ആ -1 എന്തായിക്കോളും? ഈ ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത്, സോ നമുക്കതിനെ മാറ്റുന്ന സമയത്ത് ഫസ്റ്റ് റോക്ക് ചേഞ്ച് ഒന്നുമില്ല. 1 6 9 ആണ് ഫസ്റ്റ് റോ വരുന്നത്. ഓക്കെ, ഇവിടെ 2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് കാണണമെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം അല്ലേ? എന്ന് പറഞ്ഞാൽ R2 - 2R1 ആണ് അല്ലേ? R2 - 2R1 ആണ്. സോ സെക്കൻഡ് എലമെൻറ്റ് R2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 - 2 × R1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 12 എന്ന് കിട്ടും. അതർവൈസ് 4 - 12 മീൻസ് യു വിൽ ഗെറ്റ് -8. സോ നെക്സ്റ്റ് വാല്യൂ വരുന്നത് എന്താണ്? -8 എന്ന് കിട്ടും. സിമിലർലി 2 അതുപോലെ മാറ്റം വരും. എന്ന് പറഞ്ഞാൽ 2 - 2 × 9. ഓക്കെ, 9 ആണ് R1 ആയിട്ട് വരുന്നത്. 2 - 18. 2 - 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -16 ആണ് വാല്യൂ വരുന്നത്. സോ അടുത്ത എലമെൻ്റ് ആയിട്ട് എന്ത് കിട്ടും നമുക്ക്? -16 എന്ന് കിട്ടും. തേർഡ് റോക്ക് കൊണ്ട് മാറ്റം. തേർഡ് റോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. -1 എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്കെ, സോ 2 + 6 ഈ ഫസ്റ്റ് എലമെൻറ്റും R3 + R1 ആണ്. സോ 2 + 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ, സോ 8 വരും. നെക്സ്റ്റ് വൺ 7 + 9. 7 + 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 16 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഫസ്റ്റ് കോളത്തിൽ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റോയിലുള്ള സെക്കൻഡ് എലമെൻറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഇവിടെയുള്ള -8നെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? എന്തായിട്ട് മാറ്റണം? നമുക്ക് 1 ആയിട്ട് മാറ്റണം. അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ -8നെ -8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് റോനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? -1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഒന്നുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. 1 6 9. 1/8 × 0 എന്ന് പറഞ്ഞാൽ 0 itself. ഇവിടെ നമുക്ക് 1 കിട്ടും. ദെൻ -16/-8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. തേർഡ് റോയിലും വ്യത്യാസങ്ങളൊന്നുമില്ല. 0 8 16. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ R2ലെ സെക്കൻഡ് എലമെൻറ്റ് എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. ഇനി അതിൻ്റെ തൊട്ട് താഴെ വരുന്ന എലമെൻറ്റിനെ, അതായത് ഇവിടെയുള്ള 8 എന്ന് പറയുന്ന ഈ എലമെൻറ്റിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? 0 ആക്കി കൺവേർട്ട് ചെയ്യണം. സെക്കൻഡ് റോ ഉപയോഗിച്ചുകൊണ്ട് അതിനെ 0 ആക്കി കൺവേർട്ട് ചെയ്യണം. സോ അവിടെ നമുക്ക് തേർഡ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കാം. R3 ഇംപ്ലൈസ് R3 - 8R1 എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് റോക്കും സെക്കൻഡ് റോക്കും യാതൊരു വ്യത്യാസമില്ല. ഫസ്റ്റ് റോ 1 6 9. സെക്കൻഡ് റോ 0 1 2. തേർഡ് റോ ഇത് 0 ആയി. സെക്കൻഡ് എലമെൻറ്റ് 0 ആയിരിക്കും. ഇനി 16 ആണുള്ളത്. സോ നമുക്കതിനെങ്ങനെ കൊടുക്കാം? 16 - 8 × R1. 8 × R2 ആണ്. നോട്ട് R1, ഈസ് R2 ആണ്. ഓക്കെ, സോ 8 × R2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 - 16 = 0 എന്ന് കിട്ടും. സോ ഇവിടെയും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 0 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ ഇങ്ങനെയാണ് അതിൻ്റെ എലമെൻറ്റ്സ് കിട്ടിയിട്ടുള്ളത്. ഡൺ. ഇനി നമുക്ക് ഈ കിട്ടിയ മെത്തേഡ് ഇതിപ്പോൾ എന്തായിട്ട് മാറി? എക്കലോൺ ഫോമിലായിട്ട് മാറി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ കോഎഫിഷ്യൻറ്റ് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് K1 + 6 K2 = 9 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് K1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ടാണ് കിട്ടിയത്. സോ നമുക്ക് K2 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ K2 = 0 എന്ന് കിട്ടും. സോ ഒരു വാല്യൂ നമുക്ക് കിട്ടിയെന്ത്?
K2 = 0 എന്ന് കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഈ ഒന്നാമത്തെ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, K2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് K1 + 6 K2 = 2 അല്ല നമുക്ക് കിട്ടുന്നത്, K2 = 2 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ 6 × 2 = 9 എന്ന് വരും. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് K1 + 12 = 9 എന്ന് കിട്ടും. സോ K1 = 9 - 12 അല്ലെങ്കിൽ K1 = -3 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ K2 = 2 എന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ K1 = -3 എന്ന് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ഈ ഒരു ഫോർമുലക്കകത്ത് K1ൻ്റെയും K2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നുണ്ടാവുക, W = K1 എന്ന് പറഞ്ഞാൽ -3U + K2 എന്ന് പറഞ്ഞാൽ 2V എന്ന് കിട്ടും. സോ എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, യുവിൻ്റെയും വിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിനി സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് W = 4 - 1 8 is not in the linear combination of U and V. അപ്പോൾ ഇത് ലീനിയർ കോമ്പിനേഷൻ ഇല്ല എന്നാണ് തെളിയിക്കേണ്ടത്, എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്കാണ്. നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, W = K1U + K2V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ, ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ K1ൻ്റെയും K2ൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ഒരു K1ഉം K2ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീനിയർ കോമ്പിനേഷനിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇനി അങ്ങനെ ഒരു K1ഉം K2ഉം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ നമുക്ക് എന്ത് പറയാം, ലീനിയർ കോമ്പിനേഷനിൽ ഇല്ല എന്ന് പറയാൻ പറ്റും. സോ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്ത് പോവാം. സോ ഇവിടുത്തെ W എന്ന് പറയുന്നത് 4 - 1 8 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, 4 - 1 8 = K1 × U എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത് U എന്ന് പറയുന്ന വെക്ടർ വരുന്നത് 1 2 -1 ആണ്. 1 2 -1 plus K2 × V means 6 4 2. ഓക്കെ, 6 4 2 എന്ന് വരും. ഓക്കെ, നേരത്തെ ഇതുപോലെ തന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ അഡീഷനും ചെയ്യാം. സോ ഇറ്റ് വിൽ ബി = K1, 2K1 - K1 plus 6K2, 4K2, 2K2 equal to, so 4 - 1 8 equal to, നമുക്കിതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ K1 + 6K2, 2K1 + 4K2, -K1 + 2K2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യാം. സോ K1 + 6K2 = 4 and 2K1 + 4K2 = -1. Next one -K1 + 2K2 = 8. സോ ഇത് നമുക്ക് ലീനിയർ കോമ്പിനേഷനിൽ ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ലീനിയർ ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിലേക്ക് പോവാം. ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിലേക്ക് പോകുന്ന സമയത്ത് സോ മെട്രിക്സ് എന്തായിരിക്കും വരുന്നുണ്ടാവുക, 1 6 4. ഓക്കെ, കോൺസ്റ്റൻസ് മാത്രമേ മാറുന്നുള്ളൂ. നേരത്തെ ഫസ്റ്റ് പാർട്ടിലുള്ള മെട്രിക്സിലെ കോൺസ്റ്റൻസിൽ മാത്രമേ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. ദെൻ 2 4 -1 -1 2 8. സോ അവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർമേഷൻസ് അപ്ലൈ ചെയ്യുന്നു. ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുന്നത് 2നെയും 1-1നെയും 0 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. ഇവിടെ ലാസ്റ്റത്തെ കോളത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിട്ടാണ് വരിക. സോ ദാറ്റ് ഈസ് നമുക്ക് അവിടെ വരുമ്പോൾ R2 implies R2 - 2R1 കൊടുക്കാം. അതുപോലെ തന്നെ R3 implies R3 + R1 കൊടുക്കാം. സോ ആൻസർ വരുന്നത് ഇക്വാലൻ്റ് ടു 1 6 4 ഇത് 0 ആയിട്ട് മാറും. 4 മൈനസ് എന്താ വരുന്നത്, 4 - 2 × 6. ഓക്കെ, 4 - 12 -8 തന്നെ വരും. സോ -8 വരും. ദെൻ
നെക്സ്റ്റ് വൺ -1 ആണ് അല്ലേ. സോ -1 -2 ഇൻറ്റു 4 ദാറ്റ് മീൻസ് -1 -8 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ -9 ആയിട്ട് എഴുതാം. സോ ദിസ് ഈസ് -9. ഓക്കെ, നെക്സ്റ്റ് ഹിയർ 0 വരുന്നുണ്ട്. അടുത്തത് ഈ രണ്ട് വാല്യൂസ്, അതായത് 2 ആൻഡ് 6 ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, R1 + R3 ആണല്ലോ അല്ലേ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 2 + 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 എന്ന് കിട്ടും. ആൻഡ് 8 + 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ, ലൈക്ക് ദിസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള ഈ 8നെ നമുക്ക് എന്തായിട്ട് മാറ്റണം? 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നേരത്തെ കൊടുത്ത അതേ ട്രാൻസ്ഫോർമേഷൻ ആണ്. R2 implies -1/8 R2 എന്ന് കൊടുക്കുക. സോ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നുണ്ട്? മെട്രിക്സ് എന്തായിട്ട് മാറുന്നുണ്ട്? 1 6 4 ഇവിടെ 0 വരും, ഇത് 1 വരും. -1/8 × 9 ആണ്. സോ എന്തായിട്ട് മാറും? അത് 9/8 ആയിട്ട് മാറും. ദെൻ ലാസ്റ്റ് റോക്ക് വ്യത്യാസമൊന്നുമില്ല, 0 8 12. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? 8നെ നമുക്ക് 0 ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. 8നെ 0 ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ട്രാൻസ്ഫോർമേഷൻ വരുന്നത് R3 implies R3 - 8 R2 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് റോക്കും സെക്കൻഡ് റോക്കും ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഫസ്റ്റ് റോ വരുന്നത് എന്താ? 1 6 4 1 6 4. ഓക്കെ, ഞാൻ ഇങ്ങോട്ടൊന്ന് കോപ്പി ചെയ്യണത്. 0 1 9/8 0 1 9/8. നെക്സ്റ്റ് വൺ 0 8 12 0 8 12. ഇതിനകത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? R3 implies R3 - 8 R2 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് എന്തിനെ 0 ആക്കാൻ പോവുകയാണ്? നമ്മളിതാ ഈ 8 നമ്മൾ 0 ആക്കാൻ പോവുകയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1 6 4 0 1 9/8. സോ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. സോ 12 മൈനസ് എന്താ വരുന്നത്? 12 - 8 × 9/8 ആണ് വരിക അല്ലേ. സോ 8 8 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 12 - 9 3 എന്ന് കിട്ടും നമുക്ക്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 3 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ എക്കലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കലോൺ ഫോമിൻ്റെ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് റാങ്ക് ഓഫ് എ കാണുക. എന്താ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. സോ ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നോൺ സീറോ റോസ് ഏതൊക്കെ വരുന്നത്? 1 2 ആണ് അതിൻ്റെ എന്ത് വരുന്നത്? റാങ്ക് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് A/B. ഓക്കെ, അതായത് ഹോൾ മെട്രിക്സിൻ്റെ റാങ്ക് ആണ്. അത് എത്ര വരുന്നത്? ഇതിൽ ഏതെങ്കിലും ഉണ്ടോ? 0 റോ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയില്ല. എല്ലാത്തിലും നോൺ സീറോ ആയിട്ടുള്ള ഒരു എലമെൻറ്റെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ അല്ല? റാങ്ക് ഓഫ് AB-ക്ക് ഈക്വൽ അല്ല. ഓക്കെ, സോ എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഇക്വേഷൻ എന്തല്ല? ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല എന്ന് കിട്ടും. സോ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നില്ല? K1നും K2നും നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? വാല്യൂ കാണാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു മെട്രിക്സ് തന്നിട്ടുള്ള ഈ ഒരു വെക്റ്റർ എന്തല്ല? യുവിൻ്റെയും വിൻ്റെയും ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന എലമെൻ്റ് അല്ല എന്ന് പറയാൻ പറ്റും നമുക്ക്. ക്ലിയർ ആയല്ലോ? ഇത് 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ താങ്ക് യു.